എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കണ്ടവസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 ജൂലൈ 12 മുതൽ 14 വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനി വരാനിരിക്കുന്ന LDC മെയിൻസ്, അതേപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെബ്കോ LDC മെയിൻസ് ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ചാനലിന്റെ LDC റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയോ ആണ്. ദെൻ മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഫാക്ടറുകളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, അതുപോലെ തന്നെ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com ഇവയിലൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല എങ്കിൽ 75 93 98 57 57 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് നോക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മളൊരു വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നെഹ്റു ട്രോഫി വള്ളംകളി. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ്. അതായത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുക പുതുക്കിയിരിക്കുകയാണ്. അപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുക പുതുക്കിയിരിക്കുകയാണ്. ഇനി എത്രയാണ് സമ്മാനത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാം സ്ഥാനക്കാർക്ക് കൊടുക്കുക 25 ലക്ഷം രൂപയാണ്. എത്രയാണ്? 25 ലക്ഷം രൂപ ഒന്നാം സ്ഥാനക്കാർക്ക്, രണ്ടാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം, മൂന്നാം സ്ഥാനക്കാർക്ക് 15 ലക്ഷം, നാലാം സ്ഥാനക്കാർക്ക് 10 ലക്ഷം. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കേ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുക പുതുക്കിയിരിക്കുന്നു. ഒന്നാം സ്ഥാനക്കാർക്ക് 25 ലക്ഷം, രണ്ടാം സ്ഥാനക്കാർക്ക് 20, മൂന്നാം സ്ഥാനം 15, നാലാം സ്ഥാനക്ക് എന്താണ് 10 ലക്ഷം രൂപയാണ് അവരുടെ സമ്മാനത്തുക എന്ന് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചേക്കുക. ദെൻ അതിനൊപ്പം തന്നെ നമുക്കറിയാം അല്ലെ, 1952 എന്ത് ചെയ്യുന്നത്, നെഹ്റു ട്രോഫി സ്റ്റാർട്ട് ചെയ്യുന്നത് പുന്നമടക്കായലിലാണ് ഈ ഒരു വള്ളംകളി നടക്കുന്നത്. ദെൻ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി ചർച്ച ചെയ്യാം അല്ലെ. ഇനി അങ്ങോട്ട് വള്ളംകളിയുടെ സീസൺ ആണ്. അപ്പോൾ ഇനി നെഹ്റു ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി അപ്ഡേറ്റ്സ്, പ്രത്യേകിച്ച് ഭാഗ്യചിഹ്നം പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്തു പോകാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നൽകുന്ന പുതിയ ഇൻസുലിൻ. നമുക്കറിയാലോ, ഇൻസുലിൻ സാധാരണ എന്നും എടുക്കണം. പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എടുത്താൽ മതിയാവുന്ന ഇൻസുലിൻ എന്ത് ചെയ്തിരിക്കുന്നു, ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് അവിക്യുലി എന്നാണ് അതിന്റെ പേര് കേട്ടോ. അവിക്യുലി എന്നാണ് അതിന്റെ പേര്. കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഇതൊരു ഡെൻമാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന്റെ പേര്, ആ കമ്പനിയുടെ പേരെന്ന് പറയുന്നത് നോവോ നോർഡിക്സ് എന്നാണ്. അപ്പോൾ നോവോ നോർഡിക്സ് എന്ന് പറയുന്ന ഡെൻമാർക്ക് ബേസ് ചെയ്തൊരു കമ്പനിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു അവിക്യുലി എന്ന് പറയുന്ന വാക്സിൻ ഡെവലപ്പ് ചെയ്തത്. then അത് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. വൈകാതെ തന്നെ നമ്മുടെ കേരളത്തിലോട്ടൊക്കെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. ഇനി അടുത്തത് ഓൾറെഡി തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു സൂചിക അല്ലെ, പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ്. കാരണം ഒരു 2-3 മാസം മുൻപ് നമ്മളൊരു ഇൻഡെക്സ് ചർച്ച ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ദെൻ അഗെയിൻ എന്ത് ചെയ്തിരിക്കുന്നു, അപ്ഡേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഡെക്സ് വന്നിരിക്കുകയാണ്. അതായത് 2026 ജൂലൈ മാസത്തിൽ പുറത്തുവിട്ട പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് 2025-26. അപ്പൊ എന്താണ് 2025-26 വർഷത്തെ കണക്ക് പ്രകാരമുള്ള പുതിയ ഇൻഡെക്സ് വന്നിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ കേട്ടോ. ഇതിനു മുൻപ് നമ്മൾ ചർച്ച ചെയ്ത ഇൻഡെക്സ് ഏതാ, അത് 2024-25 വർഷത്തെ കണക്കുകൾ പ്രകാരമുള്ള ഇൻഡെക്സ് ആണ് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അതും ഈ വർഷം തന്നെയാണ് ചർച്ച ചെയ്തത്. ദെൻ ഇപ്പോൾ 2026 ജൂലൈ മാസത്തിൽ മറ്റൊരു ഇൻഡെക്സ് വന്നിരിക്കുകയാണ്. അതായത് 2025-26 വർഷത്തെ ബേസ് ചെയ്തിട്ടുള്ള എന്താണ് പുതിയ പെർഫോമൻസ് ഗ്രേഡിംഗ് ഇൻഡെക്സ് വന്നിരിക്കുകയാണ്. പിള്ളേരെ, ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും, നമ്മൾ ഇൻഡെക്സ് പഠിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കേരളത്തിന്റെ കാര്യം പഠിച്ചിരിക്കണം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം കേരളത്തിന്റെ ഗ്രേഡ് എത്രയാണ്? കാര്യം ഈ ഒരു ഇൻഡെക്സിൽ റാങ്കിങ് ഇല്ല, ഇവിടെ ഗ്രേഡ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് പ്രകാരം കേരളത്തിന്റെ ഗ്രേഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രജേസ്ത 1 എന്ന് പറയുന്ന ഗ്രേഡിലാണ് കേരളം ഉള്ളത്. ഏതാണ്? പ്രജേസ്ത 1 എന്ന് പറയുന്ന ഗ്രേഡിലാണ് കേരളം ഉള്ളത്. ദെൻ കേരളം മാത്രമല്ലടാ, ഒരു 4 പേര് കേട്ടോ. 4 പേരെന്ന് പറയുമ്പോഴത്തേക്കും സംസ്ഥാനം, കേന്ദ്രഭരണം പ്രദേശം ഉൾപ്പെടെയാണ്. കാരണം ഈ ഒരു ഇൻഡെക്സിൽ മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു, എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഒരുപോലെ പരിഗണിച്ചാണ് ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കിയത്. അപ്പോൾ അതിൽ പ്രജേസ്ത 1 എന്ന് പറയുന്ന ഗ്രേഡില് എന്താണ് കേരളം ഉൾപ്പെടെ 4 പേരാണ് ഉള്ളതെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ഇനി ഏതൊക്കെയാണ് ആ ഗ്രേഡുകൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, എന്നിരുന്നാലും നമ്മൾ ഒന്നും കൂടെ ആ ഗ്രേഡുകൾ എന്ത് ചെയ്യുന്നു ഒന്ന് പറയുന്നു. അപ്പോൾ ഗ്രേഡുകൾ ഇതൊക്കെയാണ്. ഉത്കർഷാണ് ഏറ്റവും ടോപ്പ് റാങ്ക് എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പ് റാങ്ക് ഉത്കർഷാണ്. 941 മുതൽ 1000 ആണ് അതിന്റെ റേഞ്ച്. ദെൻ ഉത്തം 1, 2, 3 എന്നിങ്ങനെയാണ് അടുത്ത റാങ്കിങ്ങുകൾ. അതായത് 881 to 940, 821 to 880, ദെൻ 761 മുതൽ 820. ഇങ്ങനെയാണ് ഈ പറയുന്ന ഉത്തം 1, 2, 3 എന്നുള്ളതിന്റെ റേഞ്ച്. ദെൻ അതിനുശേഷം വരുന്നത് പ്രജേസ്ത 1, 2, 3 ആണ്. അപ്പോൾ പ്രജേസ്ത 1-ൽ 701 മുതൽ 760. നമുക്കറിയാലോ അല്ലെ, നമ്മുടെ കേരളം ഉൾപ്പെട്ടത് ഏതിലാണ്? പ്രജേസ്ത 1 എന്ന് പറയുന്ന ഈ ഒരു ഗ്രേഡിലാണ് കേരളം ഉൾപ്പെട്ടത് അല്ലെ. കേരളം ഉൾപ്പെടെ 4 പേരാണ് ഈ ഒരു ഗ്രേഡിലുള്ളത്. സോ ഇതിൽ 701 മുതൽ 760 ആണ് റേഞ്ച്. ദെൻ പ്രജേസ്ത 2 ഉണ്ട്, 641 മുതൽ 700 എന്നുള്ളതാണ് അവിടുത്തെ ഗ്രേഡ്.
ദെൻ പ്രജേസ്ത 3 ഉണ്ട് 581 മുതൽ 640 വരെ. ദെൻ ആകാംക്ഷി 1 എന്ന് പറയുന്നത് 521 ടു 580. ദെൻ ആകാംക്ഷി 2 461 ടു 520. ദെൻ ആകാംക്ഷി 3 401 മുതൽ 460. സോ ഇതാണ് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം. ഓൾറെഡി ഉള്ള ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് റിവിഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു തന്നെയാണ് ഈ ഒരു ഗ്രേഡിംഗ് സംവിധാനം വീണ്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ഗ്രേഡിംഗിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെട്ട ഗ്രേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രജേസ്ത 3യും അതുപോലെ തന്നെ ആകാംക്ഷി 1ഉം ആണ്. കാരണം ഈ രണ്ടിടത്തും എത്ര പേര് വെച്ചുണ്ട്? 13 പേര് വെച്ച് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രജേസ്ത 3യിലും ആകാംക്ഷി 1ലും എത്ര പേര് വെച്ച് ഉൾപ്പെട്ടിട്ടുണ്ട്? 13 പേര് വെച്ച് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചണ്ഡീഗഡ് ആണ് കേട്ടോ. ചണ്ഡീഗഡാണ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത്. ഈ പറയുന്ന ചണ്ഡീഗഡ് ഉൾപ്പെട്ട ഗ്രേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തം 3 ആണ് കേട്ടോ. ഉത്തം 3. സോ നിങ്ങളത് ആലോചിച്ചേ, ഉത്തം 3 ആണ് ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സംസ്ഥാനം ഉൾപ്പെട്ട ഗ്രേഡ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെട്ട ഗ്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഈ പറയുന്ന ഉത്കർഷ് മുതൽ ഉത്തം 2 വരെ ആരും ഉൾപ്പെട്ടിട്ടില്ല. സോ ഇതാണ് ആ ഒരു ഇൻഡെക്സിലെ പ്രധാനപ്പെട്ട കാര്യം. ഈ ഇൻഡെക്സിലെ ഉത്കർഷ് എന്ന് പറയുന്ന ഗ്രേഡ് മുതൽ ഉത്തം 2 എന്ന് പറയുന്ന ഗ്രേഡ് വരെ ഒരു സ്റ്റേറ്റോ കേന്ദ്രഭരണ പ്രദേശമോ ഉൾപ്പെട്ടിട്ടില്ല. ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ചണ്ഡീഗഡ് ആണ്. അത് ഉൾപ്പെട്ടത് ഉത്തം 3 എന്ന് പറയുന്ന ഗ്രേഡിലാണ്. ആ ഗ്രേഡ് അറിയാലോ, 761 820. കേരളം ഉൾപ്പെട്ടത് ഏതിലാണ്? പ്രജേസ്ത 1ലാണ്. ഇത് കൃത്യമായിട്ട് പഠിക്കുക. കാരണം എന്ന് പറയുന്നത് ഈ റാങ്കിങ് എല്ലാം തന്നെ നമ്മൾ മുൻപ് ചർച്ച ചെയ്ത ആ ഒരു ഇൻഡെക്സിൽ നിന്ന് എൻറ്റയർലി ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട്. സോ അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് മതത്തിന്റെ പേരിലാണെങ്കിലും ഒരു ജലാശയത്തെ മലിനമാക്കാനായിട്ട് ആർക്കും അവകാശമില്ല എന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതി ഏതാണ്? അപ്പൊ എന്താ പറഞ്ഞേ? മതത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഒരു ജലാശയത്തെ മലിനമാക്കാനായിട്ട് ആർക്കും അവകാശമില്ല എന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ച കോടതി ഏതാണ്? മദ്രാസ് ഹൈക്കോടതിയാണ്. അപ്പോൾ നമുക്കറിയാം പൊതുവെ ഈ നദികളുമായിട്ട് ബന്ധപ്പെട്ട ചില ആചാരങ്ങളൊക്കെ എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ചില ആചാരങ്ങളുണ്ട്. കാരണം പ്രത്യേകിച്ച് പല അമ്പലങ്ങളും നിഷ്കർഷിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, നദികളിൽ എന്ത് ചെയ്യാൻ പാടില്ല, വസ്ത്രങ്ങൾ ഒഴുക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ശാസ്ത്രത്തിനും പറഞ്ഞിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും പലരും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു രീതി ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ അത്തരത്തിൽ തമിഴ്നാട്ടിലെ താമ്രപരണി എന്ന് പറയുന്ന നദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിലാണ് എന്ത് ചെയ്യുന്നത്, മദ്രാസ് ഹൈക്കോടതി ഇത്തരത്തിലൊരു വിധി പ്രസ്താവിക്കുന്നത് കേട്ടോ. അപ്പോൾ താമ്രപരണി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ നദിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന കേസിലാണ് ഇത്തരത്തിലൊരു വിധി മദ്രാസ് ഹൈക്കോടതി പ്രസ്താവിക്കുന്നത്. നമുക്കറിയാലോ റീസെന്റ് ആയിട്ട് നമ്മുടെ പമ്പയിലായാൽ പോലും ഇത്തരത്തിലുള്ള ആചാരങ്ങൾ, ഈ പറയുന്ന തുണി വസ്ത്രങ്ങൾ ഒഴുക്കുക എന്നുള്ള ഒരു ആചാരമൊക്കെ നിൽക്കുന്നുണ്ട്. ശരിക്കും അങ്ങനെയുള്ള ആചാരങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അത് ഉദ്ദേശിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മതത്തിന്റെ പേരിലാണെങ്കിൽ പോലും ഒരു ജലാശയത്തെ മലിനമാക്കാനായിട്ട് ആർക്കും അവകാശമില്ല എന്ന് അടുത്തിടെ വിധി പ്രസ്താവിച്ചത് ഏത് കോടതിയാണ്? അത് മദ്രാസ് ഹൈക്കോടതിയാണ്. കൃത്യമായിട്ട് ഓർക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, യൂറോപ്പിലെ ആകെയുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഉഷ്ണ തരംഗമാണ്. സോ ഉഷ്ണതരംഗത്തെ തുടർന്ന് 3 ആണവ റിയാക്ടറുകൾ, അതായത് താൽക്കാലികമായിട്ടാണ്. അപ്പോൾ ഉഷ്ണതരംഗത്തെ തുടർന്ന് താൽക്കാലികമായിട്ട് 3 ആണവ റിയാക്ടറുകൾ അടച്ചത് ഏത് രാജ്യമാണ്? അത് ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ് ആണ്. അപ്പോൾ ഫ്രാൻസ് അതിശക്തമായ ഉഷ്ണതരംഗത്തെ തുടർന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? 3 ആണവ റിയാക്ടറുകൾ അടച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മുടെ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ബഹിരാകാശത്ത് എത്തുന്ന ആദ്യ മലയാളി വംശജനായ ബഹിരാകാശ യാത്രികൻ ആരാണ്? അപ്പോൾ ബഹിരാകാശത്ത് എത്തുന്ന ആദ്യത്തെ മലയാളി വംശജനായ ബഹിരാകാശ യാത്രികൻ ആരാണ്? ഡോക്ടർ അനിൽ മേനോൻ. ആരാണ്? ഡോക്ടർ അനിൽ മേനോൻ ആണ്. അപ്പോൾ ഈ പേര് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. കാര്യം ഗഗൻയാന്റെ ഭാഗമായിട്ട് മറ്റൊരു മലയാളി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ബഹിരാകാശത്ത് പോകാനുണ്ട്. സോ അതുകൂടി ഒരുമിച്ച് വരികയാണെങ്കിൽ മേ ബി എന്ത് ചെയ്യുന്നു, 2 മലയാളികൾ ഒരുമിച്ച് ബഹിരാകാശത്ത് എന്നൊരു ചരിത്ര നേട്ടം കൂടി സാധ്യമാവും. സോ നിങ്ങളിവിടെ കൃത്യമായിട്ട് പഠിച്ചേക്കുക. ബഹിരാകാശത്ത് എത്തുന്ന ആദ്യത്തെ മലയാളി വംശജനായ ബഹിരാകാശ യാത്രികൻ എന്ന് പറയുന്നത് ഡോക്ടർ അനിൽ മേനോൻ ആണ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു അനിൽ മേനോൻ സഞ്ചരിച്ച വാഹനം എന്ന് പറയുന്നത് സോയൂസ് MS-29 എന്ന് പറയുന്ന വാഹനമാണ്. ദെൻ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. ഇനി നമ്മുടെ ഒരു റാങ്ക് ഫയൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അതായത് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ സിലബസ് അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ പിന്നടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ, അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകൾ, ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com ഇവയിലൊക്കെ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ ലഭ്യമാണ്. ഇനി അതല്ല എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളായിട്ടുള്ള 85 90 57 87 10 അല്ലെങ്കിൽ 85 90 57 87 12 കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും.
ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അതിൽ ആദ്യത്തേത് വിംബിൾഡൺ 2026. നമുക്കറിയാം പ്രധാനപ്പെട്ട 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് വിംബിൾഡൺ എന്ന് പറയുന്നത്. സോ 2026 വിംബിൾഡൺ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിലെ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ജാനിക് സിനർ ആണ്. ആരാണ്? ജാനിക് സിനർ ആണ്. അദ്ദേഹം ഇറ്റാലിയൻ താരമാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ദെൻ ആരെയാണ് പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മൻ താരമായിട്ടുള്ള അലക്സാണ്ടർ സ്വരേവ്. ആരാണ്? അലക്സാണ്ടർ സ്വരേവിനെയാണ് എന്ത് ചെയ്തത്? ജാനിക് സിനർ പരാജയപ്പെടുത്തിയത്. അപ്പോൾ പുരുഷ സിംഗിൾസ് ആയിട്ടുണ്ട്. വിംബിൾഡൺസിന്റെ പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ജാനിക് സിനർ ആണ്. പരാജയപ്പെടുത്തിയത് അലക്സാണ്ടർ സ്വരേവിനെയാണ്. ഇനി വനിതാ സിംഗിൾസിലേക്ക് വരാം. വനിതാ സിംഗിൾസിൽ കിരീടം നേടിയതും അതുപോലെ തന്നെ ഫൈനലിൽ പരാജയപ്പെട്ടതും ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരങ്ങൾ തന്നെയാണ്. അപ്പോൾ കിരീടം നേടിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിൻഡ നോസ്കോവ. ആരാണ്? ലിൻഡ നോസ്കോവയാണ് കിരീടം നേടിയത്. ഞാൻ പറഞ്ഞു ചെക്ക് റിപ്പബ്ലിക്കിന്റെ താരമാണ്. ദെൻ പരാജയപ്പെട്ടത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരോലിന മുച്ചോവ. ആരാണ്? കരോലിന മുച്ചോവയാണ് പരാജയപ്പെട്ടത്, ഫൈനൽ പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ റണ്ണറപ്പ് എന്ന് പറയുന്നത്. സോ അതും കൂടെ ഓർക്കുക. ഇനി 3 കാറ്റഗറികൾ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അതായത് പുരുഷ ഡബിൾസ് ഉണ്ട്, വനിതാ ഡബിൾസ് ഉണ്ട്, ദെൻ മിക്സഡ് ഡബിൾസ് ഉണ്ട്. സോ പുരുഷ ഡബിൾസിലെ കിരീടം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി പാറ്റൺ അതുപോലെ തന്നെ ഹാരി ഹീലിയോവാര സഖ്യത്തിനാണ് എന്ത് ചെയ്തത്? പുരുഷ ഡബിൾസിലെ കിരീടം കിട്ടിയത്. ഇതിൽ ഈ ഹെൻറി പാറ്റൺ UK-യുടെ താരമാണ്. അതുപോലെ തന്നെ ഹാരി ഹീലിയോവാര എന്ന് പറയുന്നത് ഫിൻലാൻഡിന്റെ താരമാണ്. എടാ, ഈ പറയുന്ന ഒരു ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പൊതുവെ നമുക്ക് ആവശ്യമുള്ള എന്താണ്? ഈ പറയുന്ന പുരുഷ സിംഗിൾസിൽ കിരീടം നേടിയത് ആര്? റണ്ണറപ്പ് ആര്? ദെൻ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്? റണ്ണറപ്പ് ആര്? ഇത്രയും നമുക്ക് മതിയാവും. എന്നിരുന്നാൽ തന്നെയും ഇൻ കേസ് എപ്പോഴെങ്കിലും ഒന്ന് ടഫ് ആക്കണമെന്ന് PSCക്ക് തോന്നുകയാണ് എങ്കിൽ എന്ന് കരുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇതുകൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. ദെൻ വനിതാ ഡബിൾസ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുവ ഹാൻയോ ആണ്, ചൈനീസ് താരമാണ്. ദെൻ അതുപോലെ തന്നെ ക്രിസ്റ്റിന മ്ലഡനോവിക് ആണ്, ഫ്രാൻസ് താരമായുള്ള ക്രിസ്റ്റിന മ്ലഡനോവിക് ആണ് എന്ത് ചെയ്ത് ഇവരുടെ സഖ്യത്തിനാണ് എന്ത് ചെയ്തത്? വനിതാ ഡബിൾസിൽ കിരീടം കിട്ടിയത്. ദെൻ അതുപോലെ തന്നെ മിക്സഡ് ഡബിൾസിൽ ജലേന ഒസ്റ്റാപെൻകോ അതുപോലെ തന്നെ മാർസലോ അരവാലോ സഖ്യത്തിനാണ് കിരീടം കിട്ടിയത്. സോ അതും കൂടെ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സ്പോർട്സിലെ തന്നെ മറ്റൊരു വിഭാഗമായ ക്രിക്കറ്റിലെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ലോർഡ്സിൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ആദ്യ വനിതാ ക്രിക്കറ്റർ ആരാണ്? അപ്പോൾ എന്താണ് ലോർഡ്സ് എന്ന് പറയുന്ന ഗ്രൗണ്ടിൽ എന്താണ് ടെസ്റ്റ് ക്രിക്കറ്റ് സെഞ്ചുറി നേടിയ ആദ്യ വനിതാ ക്രിക്കറ്റർ ആര് എന്നുള്ളതാണ്. അത് യാസ്തിക ഭാട്ടിയാണ്. യാസ്തിക ഭാട്ടിയാണ്. ഇന്ത്യൻ താരമാണെന്നുള്ള കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഇന്ത്യൻ താരമാണ്. ദെൻ എന്താണ് ഈ ഒരു സെഞ്ചുറിയുടെ പ്രത്യേകത നമ്മൾ അറിയണ്ടേ? കാരണം ഇത്രയും വർഷം കൊണ്ട് ക്രിക്കറ്റ് നടക്കുന്നു, പക്ഷേ ലോർഡ്സിൽ ഇപ്പോഴാണോ ഒരു വനിത ടെസ്റ്റ് സെഞ്ചുറി നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ എന്ന് തന്നെയാണ് ഉത്തരം. കാരണം ലോർഡ്സിൽ വെച്ച് ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നടന്നിരിക്കുകയാണ്. ആ മത്സരത്തിൽ ഏറ്റുമുട്ടിയത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും ഇംഗ്ലണ്ടും ആണ് കേട്ടോ. ഇന്ത്യയും ഇംഗ്ലണ്ടും ആണ് എന്ത് ചെയ്യുന്നത്? ലോർഡ്സിൽ വെച്ച് നടന്ന ആദ്യത്തെ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഏറ്റുമുട്ടി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക. ദെൻ ആ ടെസ്റ്റ് മത്സരത്തിലാണ് ഈ പറയുന്ന യാസ്തിക ഭാട്ടിയ സെഞ്ചുറി നേടിയതും ഈ പറയുന്ന ലോർഡ്സിൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ആദ്യ വനിതാ ക്രിക്കറ്റർ എന്ന് പറയുന്ന നേട്ടം സ്വന്തമാക്കിയത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം ഈ ലോർഡ്സ് എന്ന് പറയുന്ന ഗ്രൗണ്ട് ക്രിക്കറ്റിലെ മക്ക എന്നറിയപ്പെടുന്ന ഗ്രൗണ്ടാണ് ലോർഡ്സിലെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അത് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ലോർഡ്സ് ഗ്രൗണ്ടിന് ഇപ്പോൾ റീസെന്റ് ആയിട്ട് 2 പ്രത്യേകതകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് 2025 നടന്ന ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ നടന്നത് ലോർഡ്സിൽ വെച്ചാണ്. ദെൻ 2026 നടന്ന വനിതാ T20 ലോകകപ്പിന്റെ ഫൈനൽ നടന്നത് എവിടെ വെച്ചാണ്? അതും ലോർഡ്സിൽ വെച്ചാണ്. സോ അതുകൊണ്ട് തന്നെ ലോർഡ്സിന് വളരെയധികം പ്രത്യേകതയുണ്ട്. നിങ്ങളത് കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് പരമായി നമുക്ക് ലോർഡ്സിന് 3 പ്രത്യേകതകളാണ് പറയുന്നത്. ഒന്നെന്താണ്? ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ 2025 ലോർഡ്സിൽ നടന്നു. ദെൻ 2026 വനിതാ T20 ലോകകപ്പിന്റെ ഫൈനൽ എവിടെ നടന്നു? ലോർഡ്സിൽ നടന്നു. ദെൻ ഇപ്പോൾ എന്താണ്? ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ലോർഡ്സിൽ വെച്ച ഒരു വനിതാ ടെസ്റ്റ് മത്സരം നടന്നിരിക്കുന്നു. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ. അതിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഇന്ത്യൻ താരം സെഞ്ചുറി നേടിയിരിക്കുന്നു. ആ താരത്തിന്റെ പേര് യസ്തിക ഭാട്ടിയ എന്നാണ്. കൃത്യമായിട്ട് പഠിച്ചേക്കണേ. ഇനി വീണ്ടും ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇതും നോട്ട് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്ന കാര്യം നമ്മൾ ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുന്നു കേട്ടോ. അതായത് 2026-27 വർഷത്തെ ബിഗ് ബാഷ് ലീഗിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് എവിടെ വെച്ചാണ്? 2026-27 ബിഗ് ബാഷിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ്. അത് MA ചിദംബരം സ്റ്റേഡിയം ചെന്നൈ. ഇപ്പോൾ എന്താണ്? MA ചിദംബരം സ്റ്റേഡിയം ചെന്നൈയിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ടൂർണമെന്റിന്റെ തുടക്കം, ഉദ്ഘാടന മത്സരം നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ IPL പോലെ ഒരു പ്രധാനപ്പെട്ട എന്താണ് പ്രീമിയർ ലീഗ് തന്നെയാണ് ബിഗ് ബാഷ് ലീഗ് എന്ന് പറയുന്നത്. ക്രിക്കറ്റ് ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡാണ് എന്ത് ചെയ്യുന്നത്? ബിഗ് ബാഷ് ലീഗ്
സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മുടെ നരേന്ദ്രമോദി ഓസ്ട്രേലിയ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്താണ് ഈ കാര്യത്തിൽ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരുന്നത്. ഇതിന് മുൻപ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബറിൽ എന്തായാലും ബിഗ് ബാഷിന്റെ മത്സരം ഇന്ത്യയിൽ വെച്ച് നടത്തും, ചെന്നൈയിൽ വെച്ച് നടത്തുമെന്ന് പറഞ്ഞുവെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശന സമയത്ത് അത് കൺഫേം ചെയ്തിരിക്കുകയാണ്. സോ അത്തരത്തിൽ ബിഗ് ബാഷ് ലീഗിന്റെ 2026-27 വർഷത്തെ സീസണിലെ ഉദ്ഘാടന മത്സരം നടക്കുന്നത് MA ചിദംബരം സ്റ്റേഡിയം ചെന്നൈയിലാണ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ആദ്യമായിട്ടാണ് ബിഗ് ബാഷിന്റെ ഒരു മത്സരം അവരുടെ രാജ്യത്തിന് പുറത്ത് വെച്ച് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. എന്തായാലും ഈ ഒരു ബിഗ് ബാഷ് കഴിയുമ്പോൾ നമ്മൾ ഇന്ത്യയിലെ ജേതാക്കളെയൊക്കെ ഒന്ന് പരിചയപ്പെടും. കാരണം ആദ്യമായിട്ട് ബിഗ് ബാഷ് പുറത്ത് വെച്ച് നടക്കുന്നു. ആ പുറത്ത് വെച്ച് നടക്കുന്നു എന്നുള്ളതിലല്ല പ്രത്യേകത, അതിന്റെ ഉദ്ഘാടന മത്സരം എവിടെ വെച്ചാണ് നടക്കുന്നത്, ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. സോ അതാണ് അതിന്റെ പ്രത്യേകത, കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇനി അടുത്തത് 2026 അണ്ടർ-19 യൂറോ കപ്പ് ജേതാക്കൾ ആരാണ്? അപ്പോൾ 2026 അണ്ടർ-19 യൂറോ കപ്പ് ജേതാക്കൾ ആരാണ്? സ്പെയിൻ ആണ്. നമുക്കറിയാം യൂറോ കപ്പ് എന്ന് പറയുന്നത് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ്. ഇപ്പോൾ 2016 യൂറോ കപ്പ് സ്പെയിൻ ആണ് നേടിയത്. അവരുടെ 10ാമത്തെ കിരീടമാണ്. ഏറ്റവും കൂടുതൽ തവണ അണ്ടർ-19 യൂറോ കപ്പ് നേടിയ രാജ്യം എന്ന് പറയുന്നത് സ്പെയിൻ ആണെന്നുള്ള കാര്യം പഠിക്കുക കേട്ടോ. ഇനി ഇവർ ആരെയാണ് ഫൈനൽ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയെയാണ് പരാജയപ്പെടുത്തിയത്. ജർമ്മനിയെ പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ കിരീടം നേടിയത്. ഫൈനലില് ജർമ്മനിക്കെതിരെ എന്താണ് ജർമ്മനിക്ക് ഒരു ഗോൾ പോലും നേടാൻ കഴിഞ്ഞില്ല. സോ ആദ്യമായിട്ടാണ് യൂറോ കപ്പ് അണ്ടർ-19 യൂറോ കപ്പിന്റെ ചരിത്രത്തിൽ ഒരു ടീം ഇത്തരത്തിൽ വിജയിക്കുന്നത് കേട്ടോ. അപ്പൊ അതും കൂടി ഒരു പ്രത്യേകതയാണ്. അപ്പോൾ 2026 അണ്ടർ-19 യൂറോ കപ്പ് ജേതാക്കൾ സ്പെയിന് പരാജയപ്പെടുത്തിയത് ജർമ്മനിയെ. ഇവരുടെ 10ാമത്തെ കിരീടമാണ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തത് നമ്മുടെ KCL താരലേലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം കേരള ക്രിക്കറ്റ് ലീഗാണ് KCL എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പ്രീമിയർ ലീഗുകളൊക്കെ ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു പ്രീമിയർ ലീഗാണ് കേരള പ്രീമിയർ ലീഗ് അല്ലെ. ഇപ്പോൾ നടക്കാൻ പോകുന്നത് 2026 നടക്കാൻ പോകുന്ന 3ാമത്തെ സീസണാണ്. സോ ആ സീസണിന് വേണ്ടിയിട്ടുള്ള താരലേലം നടന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വിലയേറിയത് ആരാണ്. അപ്പോൾ ഈ ഒരു 2026 നടന്ന KCL ലേലത്തിലെ ഏറ്റവും വിലയേറിയ താരം ആരാണ്? അത് സിബിൻ ഗിരീഷ്. ആരാണ്? സിബിൻ ഗിരീഷ് ആണ്. 11.80 ലക്ഷത്തിലാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തെ സ്വന്തമാക്കി എന്നുള്ള കാര്യം ഒന്ന് പഠിക്കുക കേട്ടോ. ഇനി അല്ലാതെ KCL ഏറ്റവും വില കൂടിയ താരം ആരാണ്? സഞ്ജു സാംസൺ. നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പോൾ KCL ഏറ്റവും വിലയേറിയ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസണും. ഇനി 2026 നടന്ന താരലേലത്തിലെ ഏറ്റവും വിലയേറിയ താരം എന്ന് പറയുന്നത് സിബിൻ ഗിരീഷ് ആണെന്ന് ഓർക്കുക. ഇനി ഏറ്റവും വിലയേറിയ രണ്ടാമത്തെ താരത്തിലേക്ക് വരുവാണെങ്കിൽ കൃഷ്ണദേവനാണ്. 11.20 ലക്ഷത്തിനാണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മുടെ സച്ചിൻ ബേബി ഉണ്ടല്ലോടാ, നമുക്ക് അറിയാം അല്ലേ. അദ്ദേഹം എന്ന് പറയുന്നത് ഏരിയസ് കൊല്ലം സെയിലേഴ്സിന്റെ താരമായിരുന്നു. ആദ്യത്തെ സീസണിലെ ഫൈനലിൽ സെഞ്ചുറിയൊക്കെ നേടിയ താരമായിരുന്നു. സോ ആ സച്ചിൻ ബേബിയെ ഇത്തവണ ആലപ്പി റിപ്പിൾസ് ആണ് എന്ത് ചെയ്തത്, ലേലത്തിൽ സ്വന്തമാക്കിയത് കേട്ടോ. ആലപ്പി റിപ്പിൾസിന് വേണ്ടിയിട്ടാണ് ഈ സീസണിൽ സച്ചിൻ ബേബി കളിക്കാൻ പോവുക. ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഈ ലേലം നടത്തിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാരു ശർമ്മ. ആരാണ്? ചാരു ശർമ്മയാണ് ഈ ഒരു ലേലം നടത്തിയത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഒരു എന്താ പറയുക, എക്സ്ട്രാ ഇൻഫർമേഷനിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അതും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക. വീണ്ടും KCLുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതായത് കേരള ക്രിക്കറ്റ് ലീഗ് ടീമായിട്ടുള്ള കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കേരള ക്രിക്കറ്റ് ലീഗ് ടീമായിട്ടുള്ള ഏതാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. നമുക്കറിയാം സഞ്ജു സാംസന്റെ ടീമാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറയുന്നത്. സോ ആ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ സഹ ഉടമയായ മുൻ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരം ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? കേരള ക്രിക്കറ്റ് ലീഗ് ടീമായിട്ടുള്ള കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ സഹ ഉടമയായ മുൻ വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് താരം ആരാണ്? ക്രിസ് ഗെയിൽ ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുക. കാരണം 2025 KCL ജേതാക്കൾ എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2025 KCL ജേതാക്കള് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ഇനി ആദ്യത്തെ KCL ജേതാക്കൾ അറിയാലോ, ഏരിയസ് കൊല്ലം സെയിലേഴ്സ് ആണ് അല്ലെ, സച്ചിൻ ബേബിയുടെ ടീമാണ്. സോ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചേക്കണേടാ. ഇനി 3ാം സീസൺ നടക്കാൻ പോവുകയാണ്. ഇത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനെപ്പറ്റിയും ചർച്ച ചെയ്യും. ഇനി അടുത്തത് പ്രധാനപ്പെട്ട കുറച്ച് വിയോഗങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിയോഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രശസ്തയായിട്ടുള്ള പിന്നണി ഗായിക, അതായത് നമ്മുടെ ദക്ഷിണേന്ത്യയുടെ വാനമ്പാടി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എന്താണ്, എസ് ജാനകി 2026 ജൂലൈ മാസം അന്തരിച്ചു. സോ എസ് ജാനകിയുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് എന്നതിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. then അതിനു മുമ്പ് നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് നമ്മൾ പറയുവാണ്, ഈ പറയുന്ന എസ് ജാനകിക്ക് 4 തവണ നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 4 തവണയാണ് മികച്ച ഗായികയ്ക്കുള്ള
നിന്നുള്ള നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയത്. അതിൽ തന്നെ 2 തവണ തമിഴ് ഗാനങ്ങൾക്ക്, 1 തവണ മലയാള ഗാനത്തിന്, 1 തവണ തെലുങ്ക് ഗാനത്തിന്. നിങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് പാടിക്കൊണ്ട് നടന്ന തേവർ മകൻ എന്ന് പറയുന്ന ചിത്രത്തിലെ ഇഞ്ചി ഇടുപ്പഴക എന്ന് പറയുന്ന ഗാനത്തിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ പറയുന്ന ജാനകിക്ക് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ 11 തവണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 11 തവണയാണ് എസ് ജാനകിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതിന് പുറമെ തന്നെ കലൈമാമണി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2013 പത്മഭൂഷൺ നൽകിയിരുന്നുവെങ്കിലും എന്നെക്കാൾ അർഹതയുള്ള ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേര് അവഗണിക്കപ്പെടുന്നു എന്നുള്ള രീതിയിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എസ് ജാനകി ഈ ഒരു അവാർഡ് നിരസിച്ചിട്ടുണ്ടായിരുന്നു. 2013 പത്മഭൂഷൺ നൽകി, പക്ഷെ എന്ത് ചെയ്തു, നിരസിക്കുകയാണ് ചെയ്തത്. സോ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ പറയുന്ന എസ് ജാനകിക്ക് 4 തവണ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്ന് മലയാള സിനിമയ്ക്കാണെന്ന് പറഞ്ഞു. സോ നമുക്ക് അതുകൊണ്ട് ആ സിനിമയുടെ പേരൊന്ന് ഓർത്ത് വയ്ക്കാം. ആ സിനിമ എന്ന് പറയുന്നത് ഓപ്പോൾ എന്ന് പറയുന്ന സിനിമയാണ് കേട്ടോ. ഓപ്പോൾ എന്ന് പറയുന്ന സിനിമയിലെ ഗാനത്തിലാണ്, കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് പറയുന്ന ഗാനത്തിനാണ് എന്ത് ചെയ്തത്, അവാർഡ് കിട്ടിയത് കേട്ടോ. അപ്പൊ 4 എണ്ണത്തില് 1 എണ്ണം മലയാള സിനിമയ്ക്കാണ്. ആ സിനിമ ഓപ്പോൾ എന്ന് പറയുന്ന സിനിമയാണ്. ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന് പറയുന്ന ഗാനത്തിനാണ് എന്ത് ചെയ്തത്, ജാനകിക്ക് അവാർഡ് കിട്ടിയത്. സോ ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എസ് ജാനകിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എസ് ജാനകി മുഴുവൻ പേരെന്ന് പറയുന്നത് സിസ്റ്റല ശ്രീരാമമൂർത്തി ജാനകി. എന്താണ്, സിസ്റ്റല ശ്രീരാമമൂർത്തി ജാനകി എന്നുള്ളതാണ് മുഴുവൻ പേര്. ദെൻ ജനനം 1938 ഏപ്രിൽ മാസം 23. അപ്പോൾ 1938 ഏപ്രിൽ 23 ജനിച്ചത്. ജന്മസ്ഥലം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലാണ് ജനിച്ചതെന്നുള്ള കാര്യം ഒന്ന് ഓർത്തേക്കുക. ദെൻ അറിയാലോ, നമ്മുടെ സൗത്ത് ഇന്ത്യയിലായാൽ തന്നെയും അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് ഭാഷകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന എസ് ജാനകി പാടിയിട്ടുണ്ട്. ദെൻ അന്ത്യവിശ്രമം എന്ന് പറയുന്നത് എവിടെയാണ്, അത് കർണാടകയിലാണ്, മൈസൂരാണെന്നുള്ള കാര്യം കൂടി നോക്കുക. ദെൻ മരിച്ചത് 2026 ജൂലൈ 11. അപ്പോൾ ജനനം പറഞ്ഞു, ജന്മസ്ഥലം പറഞ്ഞു, ദെൻ മരണം എന്നാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതായത് ഈ പറയുന്ന എസ് ജാനകിയുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്കുള്ള വരവ്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഏത് സിനിമയിലാണ് വർക്ക് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1957 വിധിയൻ വിളയാട്ട് എന്ന് പറയുന്ന തമിഴ് ചിത്രത്തിലാണ് എന്ത് ചെയ്തത്, എസ് ജാനകി ആദ്യമായിട്ട് പാടിയത്. അപ്പോൾ എസ് ജാനകി ആദ്യമായിട്ട് പാടിയത് 1957 പുറത്തിറങ്ങിയ വിധിയൻ വിളയാട്ട് എന്ന് പറയുന്ന തമിഴ് ചിത്രത്തിലാണ്. ദെൻ മലയാളത്തിലേക്കുള്ള മലയാളത്തിലുള്ള ആദ്യത്തെ ചിത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും 1957 തന്നെയാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വാഴ്വിൽ എന്ന് പറയുന്ന ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് എന്ത് ചെയ്യുന്നത്, എസ് ജാനകി അരങ്ങേറുന്നത്. ദെൻ അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, എസ് ജാനകിയുടെ സംഗീത ജീവിതത്തെ അടയാളപ്പെടുത്തിയ ഒരു പുസ്തകമുണ്ട്, എസ് ജാനകി ആലാപനത്തിലെ തേനും വയമ്പും. അപ്പൊ ആ പുസ്തകം എഴുതിയത് ആരാണെന്ന് കൂടെ നമ്മൾ ഓർക്കണം കേട്ടോ. കാര്യം ഒരു 2015 സമയത്തൊക്കെ ഏറെ ശ്രദ്ധേയമായ ഒരു പുസ്തകമാണിത്. അപ്പോൾ എസ് ജാനകിയുടെ സംഗീത ജീവിതത്തെ അല്ലെങ്കിൽ എസ് ജാനകിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ട് പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്, എസ് ജാനകി ആലാപനത്തിലെ തേനും വയമ്പും. ആ പുസ്തകം എഴുതിയത് അഭിലാഷ് പുതുക്കാട്. ആരാണ്, അഭിലാഷ് പുതുക്കാടാണ്. സോ നിങ്ങൾ ആ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗമാണ്. അതായത് 2026 ജൂലൈയിൽ അന്തരിച്ച അർജന്റീനിയൻ ഫുട്ബോൾ താരം. അപ്പോൾ അതിന്റെ പേരെന്ന് പറയുന്നത് അന്റോണിയോ റാറ്റിൻ എന്നാണ്. കൃത്യമായിട്ട് ഈ പേരൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം അർജന്റീനിയൻ ഫുട്ബോൾ താരമാണ്. അതുപോലെ തന്നെ 1962 അതേപോലെ 1967, 66 ഫിഫ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ട്. 1966 ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീനയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ആര്, അന്റോണിയോ റാറ്റിൻ. പക്ഷേ പ്രത്യേകത അതല്ല കേട്ടോ. ഈ പറയുന്ന 66 വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംഗ്ലണ്ടിനെതിരായിട്ടുള്ള ഒരു മത്സരം ഉണ്ടായിരുന്നു. അതിൽ ഇദ്ദേഹത്തെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് ഈ പറയുന്ന പോലെ യെല്ലോ കാർഡോ അല്ലെങ്കിൽ റെഡ് കാർഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ റഫറി ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു പുറത്തു പോകാനായിട്ട്. പക്ഷേ റഫറി പറഞ്ഞത് ജർമ്മനാണ്. അതുകൊണ്ട് തന്നെ ആശയവിനിമയത്തിലെ ഒരു പിശക് കാരണം, അതായത് ഈ പറയുന്ന റാറ്റിനാകെ സ്പാനിഷ് അറിയാവുള്ളൂ. സോ ജർമ്മൻ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ട് അദ്ദേഹം പുറത്തു പോയതുമില്ല. സോ അത്തരത്തിലെ ആ ഒരു ആശയവിനിമയത്തിലുണ്ടായ പിശക് അല്ലെങ്കിൽ ആ ഒരു പിഴവ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഫുട്ബോൾ ലോകം ഒരുപാട് ചർച്ച ചെയ്തു. സോ അതിനുശേഷം തൊട്ടടുത്ത വർഷം, അതായത് 1970 മുതൽ എന്ത് ചെയ്തു തുടങ്ങി, എല്ലാവർക്കും അതായത് എല്ലാ രാജ്യക്കാർക്കും മനസ്സിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി യെല്ലോ കാർഡും റെഡ് കാർഡും ഏർപ്പെടുത്തി തുടങ്ങിയത് 70 വേൾഡ് കപ്പിലാണ്. സോ അതിനൊരു കാരണക്കാരൻ എന്ന് പറയുന്നത് ഈ പറയുന്ന അന്റോണിയോ റാറ്റിൻ. ഇദ്ദേഹം കാരണമാണെന്നല്ല, അതിന് ഇദ്ദേഹവും ഒരു കാരണമായി എന്നുള്ളതാണ്. സോ അതുകൊണ്ട് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക, അന്റോണിയോ റാറ്റിൻ അർജന്റീനിയൻ ഫുട്ബോൾ താരമാണ്. ഫിഫ വേൾഡ് കപ്പിൽ അർജന്റീന നയിച്ചിട്ടുള്ള താരമാണ്. അപ്പോൾ അദ്ദേഹം 2026 ജൂലൈയിൽ അന്തരിച്ചു.
ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട വിയോഗമാണ് 2026 ജൂലൈയിൽ അന്തരിച്ച ഖത്തറിന്റെ മുൻ അമീർ. അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി എന്നാണ്. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഖത്തറിനെ ഇന്നത്തെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരനായ ഒരു വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി എന്ന് പറയുന്നത്. 2022 ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ വെച്ച് നടത്താനും ഒരു പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം തന്നെയായിരുന്നു. സോ ഖത്തറിന്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താണ് ഖത്തറിന്റെ ഒരു മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് കാരണമായ ഭരണാധികാരി കൂടിയാണ്. അപ്പോൾ ഇതുകൂടെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പോലീസ് ഡ്രൈവർ സ്പെഷ്യൽ ടോപ്പിക് പുസ്തകത്തെ പറ്റിയാണ്. പോലീസ് ഡ്രൈവറിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ഫയർമാൻ ഡ്രൈവറിനും CEO ഡ്രൈവറിനും APO ഡ്രൈവറിനും ഒക്കെ യൂസ് ചെയ്യാം. മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും Amazon, Flipkart എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.talentgala.com ഒക്കെ ഈ പുസ്തകം ലഭ്യമാണ്. ഇനി അതല്ല എങ്കിൽ നിങ്ങൾക്ക് 85 90 57 57 10 എന്നുള്ള നമ്പറിലോ 85 90 57 57 12 എന്ന് പറയുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ചർച്ച ചെയ്ത പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുക പുതുക്കി എന്ന് പറഞ്ഞു അല്ലേ, എത്രയാണ്? 25 ലക്ഷം. അതിനുശേഷം പറഞ്ഞത് അവിക്യുലി എന്ന് പറയുന്ന പുതിയ ഇൻസുലിനെ പറ്റി പറഞ്ഞു. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നൽകാവുന്ന ഇൻസുലിനാണിത്. അതിനുശേഷം പറഞ്ഞത് നമ്മളൊരു ഇൻഡെക്സ് ആണല്ലേ, നമ്മൾ ഓൾറെഡി 2-3 മാസം മുൻപ് പറഞ്ഞ ഒരു ഇൻഡെക്സ് വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. ഇത്തവണ വന്നിരിക്കുന്നത് 2025-26 വർഷത്തെ ഡേറ്റ പ്രകാരമാണ്. അപ്പോൾ 2026 ജൂലൈയിൽ പുറത്തുവിട്ട 2025-26 വർഷപ്രകാരമുള്ള ഏത് ഇൻഡെക്സ്, പെർഫോമൻസ് ട്രേഡിംഗ് ഇൻഡെക്സ്, അതിലെ കേരളത്തിന്റെ ഗ്രേഡ് ഏതാണ്? പ്രജേസ്ത 1 എന്ന് പറയുന്ന ഗ്രേഡ് ആണ്. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി പറഞ്ഞു അല്ലെ. എന്താ വിധി? മതത്തിന്റെ പേരിലാണെങ്കിലും ഒരു ജലാശയത്തെയും മലിനമാക്കാനായിട്ട് ആർക്കും അവകാശമില്ല എന്ന് മദ്രാസ് ഹൈക്കോടതി റീസെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം ഉഷ്ണതരംഗത്തെ തുടർന്ന് 3 ആണവ റിയാക്ടറുകൾക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആണവ റിയാക്ടറുകൾ അടച്ചത് താൽക്കാലികമായിട്ട് അടച്ച രാജ്യം ഏതാണ്? ഫ്രാൻസ് ആണ്. ഡോക്ടർ അനിൽ മേനോൻ എന്ന് പറയുന്ന ഒരു മലയാളി വംശജനെ പറ്റി പറഞ്ഞു അല്ലെ. ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യത്തെ മലയാളി വംശജനാണ്. വംശജനായ ബഹിരാകാശ യാത്രികനാണ് ആരെന്ന് പറയുന്നത് ഡോക്ടർ അനിൽ മേനോൻ. കൃത്യമായിട്ട് പഠിക്കുക. അതിനുശേഷം വിംബിൾഡൺ 2026 പറഞ്ഞു. 2026 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ജേതാവ് ജാനിക് സിനർ ആണ്. വനിതാ സിംഗിൾസ് ജേതാവ് ലിൻഡ നോസ്കോവയാണ്. കൃത്യമായിട്ട് പഠിച്ചേക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ അങ്ങോട്ട് കുറെ സ്പോർട്സ് ആണ് പറഞ്ഞത്. അതിൽ ലോർഡ്സിൽ വെച്ച് നടന്ന ടെസ്റ്റ് ക്രിക്കറ്റിനെ പറ്റി പറഞ്ഞു. അതായത് ആ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടി ഒരു ഇന്ത്യൻ താരം സെഞ്ചുറി നേടി. ആരാണ്? യസ്തിക ഭാട്ടിയാണ്. യസ്തിക ഭാട്ടിയാണ്. അതായത് ലോർഡ്സിൽ ടെസ്റ്റ് സെഞ്ചുറി നേടിയ ആദ്യ വനിതാ ക്രിക്കറ്റർ യസ്തിക ഭാട്ടിയ. ആദ്യമായിട്ട് ലോർഡ്സ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരം. അതിനുശേഷം 2026-27 വർഷത്തെ ബിഗ് ബാഷ്, ഓസ്ട്രേലിയയുടെ ബിഗ് ബാഷ് ലീഗിന്റെ ഉദ്ഘാടന മത്സരം എവിടെ വെച്ച് നടക്കാൻ പോകുന്നു? ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്നു. ഇന്ത്യയിൽ എവിടെ? ചെന്നൈയിലെ ഏത് ഗ്രൗണ്ട്? MA ചിദംബരം സ്റ്റേഡിയം. സപ്പോസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, MA ചിദംബരം സ്റ്റേഡിയം ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിലാണ്. ഇനി ഏത് നഗരത്തിലാണ്? ചെന്നൈയിലാണ്. കൃത്യമായിട്ട് പഠിച്ചേ. അതിനുശേഷം പറഞ്ഞത് 2026 അണ്ടർ 19 യൂറോ കപ്പ് ജേതാക്കൾ സ്പെയിൻ ആണ്. റണ്ണറപ്പ് ജർമ്മനിയാണ്. അതിനുശേഷം KCL താരലേലത്തെ പറ്റി പറഞ്ഞു. 2026 നടന്ന KCL താരലേലം നമ്മുടെ KCLന്റെ 3ാം സീസണിന് വേണ്ടിയുള്ള താരലേലം. ഏറ്റവും വിലയേറിയ താരം സിബിൻ ഗിരീഷ്. ഇനി അതല്ല, KCLിലെ ഏറ്റവും വിലയേറിയ താരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ആണ്. അതിനുശേഷം പറഞ്ഞത് ക്രിസ്കയില് ഏത് ടീമിന്റെ സഹഉടമയാണെന്നാണ് പറഞ്ഞത്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ, നമ്മുടെ KCL ടീമായിട്ടുള്ള കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന്റെ സഹ ഉടമയായ മുൻ വെസ്റ്റ് ഇൻഡീസ് താരം ആരാണ്? ക്രിസ്കയിലാണ്. എസ് ജാനകി അന്തരിച്ച കാര്യം പറഞ്ഞു. എസ് ജാനകിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതേപോലെ തന്നെ അന്റോണിയോ റാറ്റ എന്ന് പറയുന്ന അർജന്റീനിയൻ ഫുട്ബോൾ താരം അന്തരിച്ച കാര്യം പറഞ്ഞു. അദ്ദേഹമാണ് എന്താണ് ഈ പറയുന്ന നമ്മുടെ യെല്ലോ കാർഡും റെഡ് കാർഡും ഒക്കെ വരാൻ കാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്റോണിയോ റാറ്റിനാണ്. അതുപോലെ തന്നെ ഖത്തറിന്റെ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനി അന്തരിച്ച കാര്യം പറഞ്ഞു. സോ അതും കൂടെ ഓർത്ത് വയ്ക്കുക. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടറും CEO ആയിട്ട് നിയമിതനാകുന്ന ആരെന്നാണ്? മഹേഷ് മുരളീധർ പൈ, BA പ്രഭാകർ, നരേന്ദ്ര സിംഗ്, രഞ്ജൻ ധവാൻ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, 2026 ജൂലൈയിൽ നൃത്തരംഗം ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ഓർഗനൈസേഷന്റെ നാച്ചോ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ്? അത് മേതിൽ ദേവിയയ്ക്കാണോ, ശോഭനയ്ക്കാണോ, രാജശ്രീ വാര്യർക്കാണോ, പ്രമോദ് അയ്യന്നൂരിനാണോ? അപ്പോൾ ഇതിന്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2026 ജൂലൈയിൽ IMF സാമ്പത്തിക കൗൺസിലറായും ഗവേഷണ വകുപ്പ് മേധാവിയായും നിയമിതയായത് ആര് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്. സിൽവാന ടെൻറിയോറോ ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടെ ഓർത്ത് വയ്ക്കുക.
രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ ഇന്തോനേഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള ബിന്താങ് ആദിപൂർണ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ഇന്തോനേഷ്യ നൽകി ആദരിക്കപ്പെട്ടത് ആർക്കാണ് എന്നുള്ളതാണ്. അത് നരേന്ദ്രമോദിക്കാണ്. നമുക്കറിയാം ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നരേന്ദ്രമോദിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അത്തരത്തിൽ ഇന്തോനേഷ്യയിൽ നിന്നും എന്ത് ചെയ്തു, ഒരു പ്രധാനപ്പെട്ട ബഹുമതി കിട്ടി. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 ജൂലൈ 12 മുതൽ 14 വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.